ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഡേ ഫുൾ ഡേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എല്ലാം എടുക്കാം ഞാൻ വിചാരിച്ചേക്കുന്നത്. ദേവൻ എന്നിട്ട് ഹാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കുളിക്കാൻ വേണ്ടി കയറാൻ പോവാണ്. വിളക്ക് വെക്കണം, രാവിലെ വിളക്ക് വെക്കുന്നുണ്ട്. അപ്പം രാവിലെ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം കുളിച്ചിട്ടൊക്കെ ഇറങ്ങി ഇനി നമുക്ക് വിളക്കിനുള്ള റെഡിയാക്കാൻ പോവാണ്. വിളക്ക് തേച്ച് കഴുകണം, പിന്നെ അവിടെല്ലാം ഒന്ന് ഒരുക്കണം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പം ഹാളിലോട്ട് നേരെ ഞാൻ പോവാണ്. കുളിച്ചിട്ട് ഇറങ്ങി എല്ലാം ഡ്രസ്സ് കയറ്റി പോകുമ്പോൾ ഞാൻ ഹാളിലോട്ട് വിളക്ക് താഴെ ഇരിക്കുക. അപ്പം മേളിലാണ്. ഇത്ര ദിവസം കത്തിക്കുന്നില്ലായിരുന്നു, കാര്യം എനിക്ക് പീരീഡ്സ് ആയിരിക്കുന്നതും കത്തിച്ചില്ലായിരുന്നു. അങ്ങനെ ഇപ്പം ഞാനെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി ഇനിയിപ്പോൾ അത് ഒന്ന് വിളക്ക് കഴുകാൻ പോവാണ്. കഴുകിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്ത് മേളിലോട്ട് എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ മേലോട്ടെടുത്ത് വെച്ച് നമുക്കിനി കഴുകാൻ കൊണ്ടുപോകാം. പുറത്ത് കഴുകാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം പുറത്ത് കൊണ്ടുവന്ന് ഇനി കഴുകാൻ പോവാണ്. കഴുകി എല്ലാം തേച്ച് കഴുകുന്നുണ്ട്. ഞാൻ തൽക്കാലം സോപ്പ് പൊടി ഇട്ടാണ് വിളക്ക് തേച്ച് കഴുകാറുള്ളൂ. അപ്പം ഇനി മരുന്ന് അതിൻ്റെ പൊടി മേടിക്കണം വിളക്ക് തേക്കുന്നതിൻ്റെ. ഞാൻ സോപ്പ് പൊടി ഇട്ടാണ് വിളക്ക് തേച്ചത്. അപ്പം പിന്നെ തേച്ച് വൃത്തിയാക്കി കഴുകി സെറ്റാക്കി. അങ്ങനെ കഴുകി സെറ്റാക്കി നമ്മൾ ആളി കത്തിക്കാൻ വേണ്ടി പോവാണ്. ലൈറ്റൊക്കെ ഇട്ട് ഇനിയിപ്പം കത്തിക്കാൻ വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്കിനി ഒരുക്കിയിട്ട് കാണാം. അപ്പം ദേവൻ അവിടെ നിന്ന് കാർട്ടൂണൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അവനല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ എല്ലാം പുറകെ പിടിച്ച് നമുക്ക് പിന്നെ ടൈം പോവും. രാവിലെ തന്നെ ടൈം പോവും. അവൻ ഇങ്ങനെ പുറകെ അല്ലെങ്കിൽ വരും. ഇപ്പം കത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേനും അവൻ ഓടി വരും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വിളക്കൊക്കെ ഒരുക്കുവാണ്. വിളക്കൊക്കെ ഒരുക്കി ഇനി വെച്ച് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഓക്കെ തിരിയൊക്കെ ആക്കി എന്നിട്ടാണ് നമുക്ക് അടുക്കളയിലോട്ട് കയറാം കേട്ടോ. രാവിലത്തെ പരിപാടിക്ക് കയറണ്ടേ. അപ്പം വിളക്ക് വെച്ച് TV സോങ് ഇട്ടിട്ട് വേണം എനിക്കിനിയും കയറാൻ. അങ്ങനെ ദേവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞില്ലേ, കത്തിക്കാൻ ടൈം ആകുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ അവൻ സാമ്പ്രാണിയൊക്കെ കത്തിച്ചു, വിളക്കൊക്കെ കത്തിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ തൊട്ട് TVക്കകത്തിന് പാട്ടിടണം. അങ്ങനെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് സെറ്റായി. പിന്നെ ഞാൻ TV പാട്ടൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ നേരെ ചെല്ലാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇനി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാം. അങ്ങനെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഇതാണ് രാവിലത്തെ എൻ്റെ കാഴ്ച. ഫ്രണ്ട് നല്ല കാടായി കേട്ടോ. തെളിച്ചിട്ടാണ് നമ്മൾ അത്രയും തെളിച്ചിട്ടാ. പിന്നെ മഴ പെയ്തത്തേനെല്ലാം ഭയങ്കര കാടായി. പിന്നെയും മഴ പെയ്യുമ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ നല്ലതായിട്ട് വെള്ളം വീഴും. അങ്ങനെ ഇത് 2-3 ഫാമിലി താമസിക്കുന്നത്. നമ്മളൊരു ഫാമിലി, വേറൊരു ഫാമിലി അല്ല, അത് ജോലിക്കാരാണ് നടുക്ക് താമസിക്കുന്നത്. അങ്ങേ അറ്റമാണ് ഒരു ഫാമിലി. അങ്ങനെ തന്നെ നമ്മൾ ഇനിയിപ്പം അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിൽ കയറി ഫ്രിഡ്ജൊക്കെ തുറന്ന് മാവൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ദേവൻ ഇനി ദോശ ഉണ്ടാക്കി കൊടുക്കണം. ഏട്ടന് ചപ്പാത്തിയാണ് കേട്ടോ. ഏട്ടന് രാവിലെയും വൈകിട്ടും ചപ്പാത്തിയാണ്. അങ്ങനെ ദേവൻ അപ്പപാത്രമൊക്കെ തപ്പം വന്നിട്ടുണ്ട്. ജനലൊക്കെ തുറന്നിട്ട് ഇനി ദേവനിൽ ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഒരു ബൻ അതിനകത്തിരുന്ന് അതെടുത്തോണ്ടാവാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കണം. ദോശ ഉണ്ടാക്കി അവനൊന്നും കഴിക്കത്തില്ല കേട്ടോ. അവന് ഭയങ്കര മടിയാണ് ചോറൊക്കെ കഴിക്കാൻ. ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ ബേക്കറി സാധനമൊന്നും ഇപ്പം മേടിച്ച് വെക്കത്തില്ല. അങ്ങനെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കി. ദോശ അവന് മാത്രമേ ഇച്ചിരി മാവിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആ ദോശ ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തു. നെയ്യൊക്കെ പുരട്ടി അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തു. നെയ്യ് പറ്റുന്നത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നെയ്യൊക്കെ പുരട്ടി ഞാൻ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുവാണ്. ഇനിയിപ്പോൾ ദോശ കഴിപ്പിക്കാനൊരു ഭയങ്കര പാടാണ്. ഇനിയിപ്പം ഉണ്ടാക്കി ഞാൻ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അമ്മ അവിടെ നിന്ന് കൊടുത്തോളും. പിന്നെ ഞാൻ അപ്പോഴത്തേനും ഉള്ളിക്കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അവന് കൊടുത്തോണ്ടെങ്കിൽ ടൈം പോകത്തില്ല. പിന്നെ അമ്മ കൊടുത്തോളും. അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ എൻ്റെ പ്ലേറ്റിലൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ഇനിയും അവന് കൊടുത്തിട്ട് വരണം. ഒരെണ്ണം കൂടെ ഒഴിച്ചിട്ടപ്പോൾ അല്ല പിന്നെ തീ കത്തിക്കുക ഇരിക്കത്തില്ലേ. അപ്പോൾ പിന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് അവനെടുത്തു. പഞ്ചസാര ഇട്ടാണ് കൊടുത്തത് കേട്ടോ. അവന് ഉള്ളിക്കറിയായിരുന്നു. അപ്പം അവന് എരിയായതുകൊണ്ട് കഴിക്കത്തില്ല. പിന്നെ ഞാൻ ഉള്ളിക്കറിക്കുള്ള എടുക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ഉള്ളിക്കറിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇങ്ങനെ പോവും. അവൻ്റെ പുറകിലോടണം. അങ്ങനെ ചപ്പാത്തി അങ്ങനെ പരത്തി ഉള്ളി ഞാൻ അടപ്പേ വെച്ച് കേട്ടോ. സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിക്ക് പരത്തി തീ ഓണാക്കി. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയായി. മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടയും
ചപ്പാത്തിയും കൂടെ മുട്ടക്കറിയും ചപ്പാത്തിയും ആയി. അപ്പം ഇനിയിപ്പോൾ ഏട്ടൻ എടുത്ത് വെച്ചേക്കുവാണ്. ഏട്ടനെയും കഴിക്കാൻ വരുന്നു. നമുക്കിനി നോക്കണം. എല്ലാം കാപ്പി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടന്. ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ കഴിക്കാൻ വരും. കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. കഴിക്കാൻ വന്നിട്ടുണ്ട് ഏട്ടൻ. കഴിക്കട്ടെ. ഏട്ടൻ കഴിച്ചിട്ട് ഞാനും കഴിക്കാൻ പോവാണ്. എനിക്കും എടുത്തു. ഞാൻ കഴിക്കാൻ പോകണം. അപ്പം കഴിച്ചു. ഇനി ഏട്ടൻ പോകുന്നതിൻ്റെ ഇതിലാണ്. ദേവനു എന്ന് ടാറ്റ ഉമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി. ഏട്ടൻ്റെ അടുത്ത് പോയി. അങ്ങനെ എടുത്ത് ഏട്ടൻ ടാറ്റയൊക്കെ തന്നു. എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഇനി തുണി കഴുകാൻ വേണ്ടി പോവാണ്. തുണി രാവിലെ നല്ല വെയിൽ കണ്ടു കേട്ടോ. നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊന്ന് തുണി ഞാൻ കഴുകിടാന്ന് വിചാരിച്ചു തുണി കൊണ്ട് ഇറങ്ങി. അപ്പം എൻ്റെ പുറകെ സാറങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി അവൻ തൂക്കാൻ തുടങ്ങി. അവൻ നല്ല തൂപ്പാണ്. ചെറുതായിട്ട് എനിക്ക് സഹായിച്ചു തരും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവനെ ഞാൻ കുളിപ്പിച്ച് തുണിയൊക്കെ കഴുകി സെറ്റായി. പിന്നെ കുളിപ്പിച്ചെല്ലാം ഇറങ്ങിത്തേന് ഞാൻ അവനെ ഉറക്കാൻ പോയത്തെ അമ്മയോട് ഞാൻ പറഞ്ഞു അവിയലിനുള്ളത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സലാഡിനുള്ളത് എടുത്തു. അങ്ങനെ ചോറൊക്കെ സെറ്റായി. ഏട്ടന് കൊണ്ടുപോകാനുള്ളത് ഞാൻ എടുക്കുവാണേ. ഏട്ടൻ അങ്ങനെ പാക്ക് ചെയ്തു. അപ്പോൾ ഏട്ടനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അമ്മേൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. ദേവൻ ഉറങ്ങി കേട്ടോ അപ്പോഴത്തേക്കും. അങ്ങനെ തന്നെ ഞാൻ കൊണ്ട് കൊടുക്കാനുള്ള വണ്ടിയാണ്. ഏട്ടൻ്റെയാണ് ഈ ബുള്ളറ്റ് ഇരിക്കുന്നത് കേട്ടോ. ആക്റ്റീവ നമ്മുടെയാണ്. 2 വണ്ടി നമ്മുടെയാണ്. അങ്ങനെ പോവാണ് കൊണ്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് വന്നത്തേനും ദേവൻ എണ്ണിറ്റു. അപ്പോൾ ഒരു 3:30 ഒക്കെ ആയായിരുന്നു. ഞാൻ ലൈവ് കഴിഞ്ഞിട്ടായിട്ടോ. അത് കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. കാര്യം ലൈവിലിരിക്കുമായിരുന്നു. ലൈവ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ദേവന് ഒന്നും കഴിക്കാനില്ല. അങ്ങനെ പോയി ഞാൻ വട മേടിക്കാൻ പോയി. അപ്പം അതിന് വീഡിയോ എടുക്കുന്നൊന്നും പറ്റിയില്ല കേട്ടോ. പോകുന്നതൊന്നും എനിക്ക് തന്നെ പോകുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എടുക്കാൻ പാടാണല്ലോ. അങ്ങനെ എടുത്തില്ല. അങ്ങനെ അവന് ഞാൻ പരിപ്പുവട മേടിച്ച് കഴിക്കുന്നുണ്ട്. അവൻ ഓരോ ആക്ഷനൊക്കെ കാണിക്കുകയാണ്. നോ നോ എന്നൊക്കെ പറയുവാണ്. ഹായ് എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പം ഹായ് നോ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ എന്നെ നോ 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 എന്ന് എന്നോട് പറയുവാണ് കേട്ടോ. ഹായ് എന്ന് ഇപ്പം പറയും. ഹായ് ഹായ്. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ മേടിച്ചു. ഇനി തേയിലുള്ള എണ്ണം. തേയിലവെള്ളം ഇന്ന് പാല് തീർന്നായിരുന്നു കേട്ടോ. പാലിട്ട് മേടിക്കാൻ പോയില്ല. അങ്ങനെ തന്നെ തേയിലവെള്ളമൊക്കെ ഇട്ട് കൊണ്ട് കൊടുക്കണം. ഇത് അമ്മൂമ്മയ്ക്കുള്ള തേയിലവെള്ളം ഉഴുന്നുവട കേട്ടോ. അമ്മ ഉഴുന്നുവട കഴിക്കത്തുള്ളൂ. അങ്ങനെ തന്നെ തേയിലുള്ള ഉഴുന്നുവട അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ എൻ്റെ പണിയെല്ലാം തീർന്നു കേട്ടോ. വൈകിട്ടത്തെ ചപ്പാത്തിയും ഉള്ളിക്കറി എല്ലാം സെറ്റായി നിർത്തി അയച്ചു. പിന്നെ ഏട്ടൻ വന്ന് ഞങ്ങൾ മേളിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാൻ പോയതാണ് കേട്ടോ. ജസ്റ്റ് എല്ലാം വീഡിയോ ചെയ്യാൻ പോയതാണ് മേളിൽ. അങ്ങനെ മേളിൽ നിന്നു. ഇതാണ് ഞങ്ങളുടെ റോഡ്. ഫ്ലാറ്റിന് മേൽഭാഗമാണ്. ഏറ്റവും മേൽഭാഗമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതാണ് റോഡ്. പിന്നെ വൈകിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ബുള്ളറ്റും കൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോ ഇന്ന് ഫുൾ ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.